ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് റിഡിൽസ് ആണ്. റിഡിൽസ് എന്ന് പറയാറ് പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലുകളല്ല, എന്താ പറയാ, കുസൃതി ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത് തരികിട ടീമിനോടാണ്. ശ്രദ്ധിച്ചേക്കുള്ളൂ കേട്ടോ. ഇവിടെ ആരും ആൻസർ പറയുന്നത് പുറകിൽ ആരും മർമ്മർ ചെയ്യരുത്. നിങ്ങൾക്ക് ആൻസർ റെഡിയാ മനസ്സിലുണ്ടെങ്കിൽ കൈ നോക്കിയാൽ മാത്രം മതി. ഞാൻ മൈക്കൊണ്ട് വന്നോളാം. പറയട്ടെ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കാണാൻ പറ്റില്ല. യെസ്, ശബ്ദം. എക്സലന്റ്. തനിയുടെ ടീമിനാണ്. അപ്പൊ നിങ്ങൾ തമാശ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും ആൻസർ അറിയാം. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് അടുത്ത ടീമിന് റെഡിയാക്കണ്ടേ, അത് വേണ്ടിട്ട് ബിഗ് ബോസ് ഇവിടെ കൊണ്ടുവരണം. ബിഗ് ബോസിന് പുറത്ത് കൂട്ടായ്മയിൽ ബിഗ് ബോസും ഇല്ല, ഒരു ടീം പ്രോഗ്രാമും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലെറ്റർ. കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ്. എക്സലന്റ്. എന്നിട്ട് ആ ലാസ്റ്റ് പറഞ്ഞു. ഉത്തരം പറയാമോ? ടി എന്നാണ് ആൻസർ. ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള ഉത്തരം പറയാണെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഫൺ ആൻസേഴ്സ് ആണെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ തരികിട. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളോട് ഒരു ദിവസം പെട്ടെന്ന് ചോദ്യം ചോദിച്ചു. തൊട്ടടുത്ത് നിന്നിട്ടാ ചോദ്യം ചോദിച്ചത്. പെട്ടെന്ന് അയാള് കിഴക്കിലേക്ക് ചാടി. എന്തുകൊണ്ട്? അതെ, ശ്രദ്ധിച്ചില്ല. ഒരാള് അടുത്തിരുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പെട്ടെന്ന് അയാൾ ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടി. എന്തുകൊണ്ട്? നിങ്ങൾക്ക് തരുന്ന സെക്കൻഡ്സ് ഓൺലി 10 സെക്കൻഡ്സ് ആണ്. ഇത് പാസ് ചെയ്ത് തലയിലേക്ക് പോകും. അല്ല, കാലുകൊണ്ട് കൈ കൊണ്ട് ചാടുന്ന തീർച്ചയായിട്ടും എന്താണ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കണേ. ഒരാള് അടുത്തിരുന്ന ഒരു വ്യക്തിയോട് ഒരു ദിവസം ഒരു ചോദ്യം ചോദിച്ചു. അയാൾ അത് ഉത്തരം പറയാതെ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടി. ഒരു മിനിറ്റ്. വെള്ളം തരാമോ ചോദിച്ചിട്ടോ? തോറ്റു. ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു എന്തോ ചോദ്യം. അല്ല, റോ ഇവിടെ 1 2 3 no 4 5 6 7 ചത്തൂടെ ചോദിച്ചില്ല. അത് ഞാൻ അറിയില്ല. തമാശ എന്തിലേക്ക് എടുത്ത് ചാടി? നിങ്ങൾ നോക്കിത്തരുന്നാലോ. രണ്ട് ടീം തോറ്റു. എന്തിലേക്ക് ചാടിയത്? കിണറ്. കിണറ് പ്രത്യേകത എന്താ? കിണറ് പ്രത്യേകത എന്താണ്? ആഴമല്ലേ? ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടിയതാ. അതല്ല പറഞ്ഞത്. ചിന്തിക്കുക, തമാശ ഉത്തരം തരണം. ഇനി ഇവിടെ കേട്ടോ, നിങ്ങൾ തോറ്റു. അത് പാസ് ചെയ്ത്. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയെടുത്ത് കഴിയുമ്പോൾ ഉയരം കൂടും. ഞാൻ ആരാണ്? തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടും. സ്റ്റാർട്ടിംഗ് നമ്പർ 1. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടും. ഞാൻ ആരാണ്? 1 2 3 4 5 6 7
ടൈമിൽ ഒരു ബാക്കി. നോ 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 ജിറാഫോ അല്ലല്ല ചേച്ചി മൃഗങ്ങളല്ല. വളരെ ഈസി ആയിട്ട് എല്ലാവരും വീട്ടിൽ കാണുന്ന സംഭവം. ഏത് തൊട്ടാവാടി ഉണ്ട് ചേട്ടോ? നാട്ടിലല്ല, നിങ്ങൾ എല്ലാവരും ഫ്ലാറ്റിലുള്ള ഒരു സാധനം. എല്ലാവരും ഫ്ലാറ്റിലുണ്ട്. ഇത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള അൺഅവോയ്ഡബിൾ. ഓക്കെ, തോറ്റോ? രണ്ട് അഞ്ച് ഓക്കെയാണോ? ഞാൻ പറയട്ടെ, രണ്ടുപേരും തോറ്റു കേട്ടോ. പില്ലോ തല വെച്ചാൽ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പില്ലോ പില്ലോ ഇല്ലാതെ തോറ്റോ? ഈ കുട്ടം പറഞ്ഞു അടുത്ത ചോദ്യം നിങ്ങൾക്കാണ്. വെള്ളത്തിൽ തന്നെ ജനിക്കുന്നു ഞാൻ, വെള്ളത്തിൽ തന്നെ മരിക്കുന്നു ഞാൻ. ഈ ഞാൻ ആരാണ്? വെള്ളത്തിൽ തന്നെ ജനിക്കുന്നു ഞാൻ. ഞാൻ ചോദിച്ചെന്നെ പറഞ്ഞിടുന്നുണ്ടോ? വെള്ളത്തിൽ തന്നെ ജനിക്കുന്നു ഞാൻ, വെള്ളത്തിൽ തന്നെ മരിക്കുന്നു ഞാൻ. ഈ ഞാൻ ആരാണ്? വെള്ളത്തിൽ തന്നെ ജനിക്കുന്നു ഞാൻ, വെള്ളത്തിൽ തന്നെ മരിക്കുന്നു ഞാൻ. നീ ഞാൻ ആരാണ്? ഇന്ന് പോയില്ലേ? ഐസ്ക്രീം ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, പക്ഷെ വെള്ളത്തിൽ ഐസ്ക്രീം ജനിക്കുന്നത് തോറ്റു 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 തോന്നിയത് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ നമ്മൾ പാസ് ചെയ്യണേ. നെക്സ്റ്റ്. ഓക്കെ, ഈ ടെൽ മീ ദാറ്റ് ഫിഷ്. നോ, വെരി ഈസി ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ട്. ആദ്യമായിട്ട് ശരി ഇത്ര പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കാവോ? കൊച്ചാണ്. ഉപ്പ് 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 പറഞ്ഞു. ഉപ്പ് വെള്ളത്തിൽ തന്നെ ഉണ്ടാവുന്നു, വെള്ളത്തിൽ തന്നെ മലിനീകരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഇത് കൊടുക്കട്ടെ നിങ്ങളുടെ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. കണ്ണടയ്ക്കുന്നതിൽ ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ഈ ഞാൻ ആരാണ്? കണ്ണടയ്ക്കുമ്പോൾ ഞാനുണ്ട്, ബഹിരാകാശത്തിൽ ഞാനുണ്ട്, കലണ്ടറിൽ ഞാനുണ്ട്. ഈ ഞാൻ ആരാണ്? ഒന്ന് കൈയ്യോ കറക്റ്റ് പറഞ്ഞേ, ഒന്ന് പറയാം. മലയാളത്തിൽ അക്ഷരം ക. കണ്ണടച്ചാൽ ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിൽ ഞാനുണ്ട്. ഈ ഞാൻ ആവി പിടിക്കും പിടിക്കും ഞാൻ മടിയാവും. ഞാൻ ആരാ? ആവി പിടിക്കും പിടിക്കും ഞാൻ മടിയാവുന്നു. ഞാൻ ആരാ? എക്സലന്റ്. കൈയുടെ കുട്ട് കുട്ടിക്കുട്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഊൺ ഏതാണ്? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഊൺ. ഇതൊരു ഫണ്ണി ആൻസർ ആണ്, തമാശയാണ്. അതെന്താ? കാർട്ടൂൺ. ഇപ്പോഴാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കേട്ടോ.
ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു മരമുണ്ട്. ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു മരം. എക്സലന്റ്. നമ്മുടെ കേരള സംസ്ഥാനത്തില് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ദേശമുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്തില് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കേരള സംസ്ഥാനത്തിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം. ഒരു ദേശം, സ്വദേശം ഉദ്ദേശം എന്നല്ല. നിയർ ബൈ. നിങ്ങളോട് ചോദിച്ചോ ഇവരുടെ ഔട്ട്. ഓക്കെ, ആൻസർ ഇതാണ്. അവിടെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞു ഉപദേശം. ശരിയല്ലേ? ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല അല്ലേ? എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതാണ്. ഓക്കെ, ഇത് ജനറലായിട്ട് എല്ലാവരും ചേർന്നിട്ടാണ്. ആദ്യം പറയും പോകാൻ, കുറച്ച് കഴിയുമ്പോൾ പറയും. അതെന്താ? നമ്മൾ ആദ്യം പോകാൻ പറയും, അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ ഒരു സ്ഥലമാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സ്പെസിഫിക്കിനെ ലൈസൻസ് വേണ്ടാത്ത ഡ്രൈവർ ആണ്. ലൈസൻസ് വേണ്ടാത്ത ഒരു ഡ്രൈവറാണ്. എക്സലന്റ്. അവിടെ റെഡി ആയോ? ഇല്ല. ഏറ്റവും അമ്മമാരുള്ള രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള രാജ്യം നോ. ഞാൻ പറഞ്ഞു തമാശ ക്വസ്റ്റ്യൻ. സെൻസസ് അല്ലോ. എന്തായാലും തമാശ ആൻസറാ. ക്ലിയർ ആയിട്ടുള്ള ആൻസർ സെൻസസ് വേണ്ട. Excellent. Thailand. Thai. So Thailand is answer. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഡാൻസ് പെർഫോമൻസ് റെഡി ആയിട്ടുണ്ട്. അല്ല, എപ്പോഴും ചെവിയിൽ കാല് വെച്ചിട്ട് ഗംഭീരമായി നടന്നു മുന്നോട്ട് പോകും. ഈ ഞാൻ ആരാണ്? That's it. There you are.